പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 17-18 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നാം പലപ്പോഴും നമുക്കൊരു രോഗമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഒരു പ്രതിസന്ധിയോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നാം പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത്. സാധാരണ നാം പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ അത് ഒരു അധര വ്യായാമം മാത്രമായിട്ട് മാറും. ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായുള്ളൊരു പ്രാർത്ഥന വരുന്നത് നമുക്ക് വേദനകൾ ഉണ്ടാകുമ്പോഴാണ്. നമുക്ക് രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായ പ്രശ്നങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരും. അല്ലാതെ ഉള്ള പ്രാർത്ഥനകൾ പലപ്പോഴും അധര വ്യായാമമായി മാറുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുന്നത്, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ എന്നാണ്. നമുക്ക് ദൈവവുമായി ആഴത്തിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ നാം നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും, അതായത് നമ്മുടെ സമ്പത്തും കഴിവുകളും ആരോഗ്യവും നമുക്ക് കിട്ടുന്ന സമയവുമെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നിരന്തരം ദൈവത്തോട് ബന്ധപ്പെടുവാനും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ഉണ്ടാകുവാനും അതുപോലെ നന്ദിയുള്ളവരായി മാറുവാനും നമുക്ക് കഴിയുന്നത്. വിശുദ്ധ ലൂക്ക 17:17 10 കുഷ്ഠരോഗികളെ യേശു സുഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതിൽ ഒരാൾ മാത്രമാണ് തിരിച്ചു വന്ന് യേശുവിനോട് നന്ദി പറഞ്ഞത്. അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, മറ്റ് 9 പേർ എവിടെയെന്ന്. നാം നന്ദിയുള്ളവരായി ജീവിക്കണം എന്ന് ഇതിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് നാം ചിന്തിക്കാറുണ്ട്. നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവത്തിങ്കിലേക്ക് ഉയരണം. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവഹിതപ്രകാരവും ദൈവ മഹത്വത്തിന് വേണ്ടിയും ഉള്ളതുമാകുമ്പോൾ നാം നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി മാറുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നാം വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മളിൽ പലരും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രം അത് മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രശ്നം മാറിക്കഴിയുമ്പോൾ പ്രാർത്ഥന നിർത്തുന്നു. നന്ദി പറയാൻ നാം മറന്നുപോകുന്നു. ചിലപ്പോൾ പ്രാർത്ഥിച്ച കാര്യം സാധിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസവും ഉപേക്ഷിക്കുന്നവരും നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടപ്രകാരം നാം ഇഷ്ടപ്പെടുന്ന സമയത്ത് നടക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25 നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട അല്ലെങ്കിൽ ഹൃദയത്തിൽ ഉണ്ടാകിയിരിക്കേണ്ട മനോഭാവത്തെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. പ്രാർത്ഥിക്കുന്ന നമുക്ക് ക്ഷമിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല എന്നതാണ് സത്യം. നാം പ്രാർത്ഥിക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്നു, പക്ഷേ ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ നാം അനുസരിക്കുവാൻ തയ്യാറാകുന്നുമില്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6 യേശു പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന്. അപ്പോൾ യേശുവിൻ്റെ മാതൃകയാണ് നാം നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കേണ്ടത്. യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കിയാൽ നമുക്ക് ക്ഷമിക്കുവാനുള്ള ശക്തി ലഭിക്കും. ക്ഷമയുടെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും വഴികളാണ് നമുക്ക് യേശുനാഥൻ കാണിച്ചു തന്നിട്ടുള്ളത്. യേശു തൻ്റെ ജീവിതത്തിൽ തന്നെ വേദനിപ്പിച്ചവരോടും തന്നെ കുരിശിലേറ്റിയവരോടും തന്നെ ഒറ്റിക്കൊടുത്തവരോടും നിന്ദിച്ചവരോടും എല്ലാം ക്ഷമിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നാം കാണുന്നത്. നാം എപ്രകാരം ജീവിക്കണമെന്ന്
യേശു നമുക്ക് മാതൃക തരികയാണ് ചെയ്തത്. നമ്മുടെ അഹങ്കാരമാണ് എളിമപ്പെടുവാനും ക്ഷമിക്കുവാനും കഴിയാത്ത അവസ്ഥയിൽ നമ്മെ എത്തിക്കുന്നത്. പ്രഭാഷകൻ 35:17 വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. നാം ആദ്യം അന്വേഷിക്കേണ്ടത് അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയുമാണ്. ബാക്കിയുള്ളതെല്ലാം, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തക്ക സമയത്ത് നമുക്ക് നൽകും. കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ കർത്താവ് നമ്മെ ഉയർത്തിക്കൊണ്ടുവരും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.